2002 മുജാഹിദിൽ തന്നെ ഒരു വിഭാഗം തൗഹീദ് നിങ്ങളെ തൗഹീദ് ശരിയല്ല എന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോന്നു. അവരെ കുറിച്ചാണ് മടവൂർ ഗ്രൂപ്പ് എന്ന് പറയാറുള്ളത്. അവര് പറഞ്ഞു നിങ്ങളെ തൗഹീദ് ശരിയല്ല. മറ്റവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു മൗലവി ഗ്രൂപ്പ്. മൗലവി ഗ്രൂപ്പും മടവൂർ ഗ്രൂപ്പും തമ്മിൽ തൗഹീദ് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം ശിർക്ക് ആരോപിക്കാൻ തുടങ്ങി. സഹോദരന്മാരെ, ആര്? മടവൂർ ഗ്രൂപ്പുകാരും മൗലവി ഗ്രൂപ്പും തമ്മിൽ നിങ്ങളെ തൗഹീദ് ശരിയല്ല എന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. 2002 മടവൂർ ഗ്രൂപ്പിന്റെ നേതാവാണ് അബ്ദുസലാം സുല്ലമി. അയാൾ പറഞ്ഞു, മൗലവി ഗ്രൂപ്പുകാരോട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്കാണ് നയിക്കുന്നത്, ശിർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ തൗഹീദ് ശരിയല്ല. കേട്ടോളൂ, ഞങ്ങൾ ജിന്നി പിശാച് പറഞ്ഞാൽ പ്രസ്ഥാനത്തെ പ്രവർത്തിയിട്ടില്ല. ഞങ്ങൾ വിശ്വാക്കി എടുത്ത് ഈ സമൂഹത്തെ ഖുറാഫാത്തേക്ക് മടക്കുക, ഷിർക്കിലേക്ക് മടക്കുക, ഷിർക്കിലേക്ക് മടക്കുക, ഷിർക്കിലേക്ക് മടക്കുക, ഷിർക്കിലേക്ക് മടക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. മൗലവി ഗ്രൂപ്പേ, നിങ്ങൾ തൗഹീദിൽ നിന്ന് പോയിരിക്കുന്നു. അപ്പൊ മൗലവി ഗ്രൂപ്പിന്റെ നേതാവാണ് സക്കരിയ സലാഹി. അയാളെ 2 മാസമായിട്ടേ പുറത്താക്കിയിട്ടുള്ളൂ. അതിനു മുമ്പ് മൗലവി ഗ്രൂപ്പിന്റെ വാക്താവിനെ പോലെ അതിനെ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച, അള്ളാഹ് വിയർപ്പൊഴുക്കിയ ഒരു ശക്തിയായിരുന്നു അന്ന് സക്കരിയ സലാഹി. അയാൾ മൗലവി മടവൂർ ഗ്രൂപ്പിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ശിർക്കിലാണ് പെട്ടിട്ടുള്ളത്. എന്തേ അയാൾ പറഞ്ഞത്? അയാൾ അതിലേക്ക് പറയുന്നത് ഒരുപാട് തെളിവുകൾ കൊടുത്തി. മടവൂർ ഗ്രൂപ്പിന്റെ നേതാക്കൾ ചെയ്ത നെറികേടുകളൊക്കെ അയാൾ നിരത്തിവെച്ചു. മടവൂർ ഗ്രൂപ്പിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവിയെ കുറിച്ച് അയാൾ പറഞ്ഞു, നിങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ക്ഷേത്രത്തിൽ പോയി തേങ്ങ ഉടച്ച് ആരാധിച്ചയാളല്ലേ, ശിർക്ക് ചെയ്തവരല്ലേ. കേട്ടോളൂ അയാൾ പറയുന്നത്. അയാളൊരു സംഘടനാ ഭാരവാഹി എന്നല്ലോ, അയാളൊരു സാഹിത്യകാരൻ എന്നൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ സംഘടനാ ഭാരവാഹി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി. അതെന്നെ കേട്ടോളി കേട്ടോ. അമ്പലത്തിലേക്ക് തേങ്ങയുടക്കൽ ചടങ്ങിന് അദ്ദേഹം തേങ്ങ ദാനം ചെയ്തു. മനോരമയുടെ ശ്രീയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. കേട്ടില്ലേ? മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്നാണ് ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ്. ക്ഷേത്രത്തിലേക്ക് തേങ്ങയുടക്കൽ കർമ്മത്തിന് ക്ഷേത്രത്തിലേക്ക് തേങ്ങ കൊടുത്ത് ശിർക്ക് ചെയ്തു ഇവർ പ്രചരിപ്പിച്ചു. അപ്പോ മുജാഹിദ് നേതാവ് അലിമദൻ ഇവർക്ക് മറുപടി പറഞ്ഞു, നിങ്ങളല്ല, ഞങ്ങളല്ല ശിർക്കിൽ, നിങ്ങളാണ്. നിങ്ങൾ മക്ക മുശ്രിക്കുകളുടെ വാദത്തിലാണ് നിങ്ങളുള്ളത്. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്ത് അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഷിർക്കിലേക്കും ജനങ്ങളെ ക്ഷണിക്കാനുള്ള ഗൂഢതന്ത്രമാണിത് എന്ന് യഥാർത്ഥ മുജാഹിദുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. കണ്ടോ, ഷിർക്കിലേക്കാണ് നിങ്ങൾ പോകുന്നത്, മക്ക മുശ്രിക്കുകളുടെ വാദത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മുജാഹിദ് മടവൂർ ഗ്രൂപ്പ് നേതാവ് പറയുന്നത് കേട്ടോ. മക്കയിലെ മുശ്രിക്കുകൾ എന്താണോ വാദിച്ചിരുന്നത് ആ വാദത്തിലേക്ക് KK സക്കരിയ സലാഹിയും കൂട്ടരും വന്നിരിക്കുന്നു. മക്ക മുശ്രിക്കുകളുടെ വാദത്തിലേക്കാണ് സക്കരിയ സലാഹിയും കൂട്ടരും വന്നത്. നോക്കണങ്ങൾ, ഇവര് പറയാ നിങ്ങളാ മുശ്രിക്ക്, അവര് പറയാ അല്ല നിങ്ങളാ മുശ്രിക്ക്. തൗഹീദിന്റെ പേരിലാണ് ഈ സംഘടന നടക്കുന്നത് എന്ന് 2002 ശേഷം. അപ്പൊ സക്കരിയ സലാഹി വെറുതെ ഇരിക്കുവോ? അയാൾ ചോദിച്ചു, ഞങ്ങളല്ല, നിങ്ങളാ ശിർക്കിലേക്കും കുഫറിലേക്കും ആളുകളെ കൊണ്ടുപോകുന്നത്. അതിന് മറയിടാൻ വേണ്ടി കേന്നമുകാരെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണ്. സക്കരിയ പറയുന്നത് കേട്ടോളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ശിർക്കും കുഫറും ഇവർ പ്രചരിപ്പിക്കുന്നു എന്ന കാര്യം ജനങ്ങൾ മനസ്സിലാക്കി. അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഇപ്പൊ ജിന്ന് കാസറ്റ് ഇറക്കിയിട്ട് കേന്നമുകാർ ശിർക്കിലേക്ക്, കേന്നമുകാർ ശിർക്കിലേക്ക്. എന്താ തെളിവ്? സുല്ലമിന്റെ തൊള്ള. അതാ തൊള്ള. കേന്നമുകാർ ശിർക്കിലേക്ക് ഇവര്, അവര് പറയുന്നത് നിങ്ങളാണ് മുശ്രിക്കുകള്. അങ്ങനെ ശിർക്കിന്റെ തൗഹീദിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു.